Dear kind viewer, thank you for clicking on my video and deciding to watch it. നിങ്ങൾ ഗസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ പാർട്ട്ണർ ആനന്ദിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് അതിമനോഹരമായ ഇൻട്രോവേർട്ടുകളാണ്. അതുകൊണ്ട് ഇത് വളരെ ലോക്കി ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് സെലിബ്രേഷനാണ്. ഓർ മേ ബി ജസ്റ്റ് എ ബർത്ത്ഡേ ഡേ, ദാറ്റ്സ് ഓൾ. ഈ ബർത്ത്ഡേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആനന്ദിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ മാരീഡ് ആയിട്ട് 3 മാസം മാക്സ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ വീവ് നോൺ ഈച്ച് അതർ ഫോർ 5 years. ഞങ്ങൾ കൊറോണ കാലത്തെ ഒരു ടിൻഡർ കപ്പിളാണ്. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് തെന്നിമാറി. പക്ഷേ ആസ് എ വ്യൂവർ യു മസ്റ്റ് നോ ഹു ഐ എം. സോ അങ്ങനെ വന്നതാണ്, ക്ഷമിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയണത് ഒരു നല്ല മൂവി കാണണം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, പിന്നെ മറ്റ് ടെൻഷനൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് കുറച്ച് എൻജോയ് ചെയ്തൊക്കെ നടക്കണം, അതൊക്കെയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഒരുപാട് നേരത്തെ ഒന്നും എണീച്ചില്ല കേട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷറൊന്നും ഇല്ലാത്തൊരു ദിവസമായിട്ട് പോകണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ വളരെ പതുക്കെയൊക്കെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ലേറ്റായി. മൂവിക്ക് എത്തുമോയെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 10-15 മിനിറ്റ് കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലക്കിലി ഞങ്ങൾ എത്തി സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്തത്. ഞാനായാലും ആനന്ദായാലും വളർന്നു വരുമ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ മേലെ തന്നെ പൈസ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നത്. ഐ തിങ്ക് മെനി ഓഫ് യു മൈറ്റ് ഓൾസോ റിലേറ്റ് ടു ഇറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടു ട്രീറ്റ് ourselves. വി ഡിസേർവ് ദിസ് എന്ന് ഞങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് വി ഡിസൈഡ് ടു ട്രീറ്റ് ourselves ഓൺ ദിസ് ഡേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എണീച്ച് പുറത്തുനിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ ഒരു ഹോൾ ഡേ കുറച്ച് പൈസയൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് സ്പെൻഡ് ആവും. പക്ഷെ വർഷത്തിലൊരിക്കലുള്ള ഒരു കാര്യമല്ലേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. ഒരുപാട് പൈസയൊന്നും ഉണ്ട് എന്നല്ല, പക്ഷേ ചെറിയ പൈസയാണെങ്കിലും അതിൽ നിന്ന് നമുക്കും ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവണ്ടേ. നമ്മൾ ഈ റെൻ്റ് അടയ്ക്കാനും കറണ്ട് ബില്ല് അടയ്ക്കാനും മാത്രമൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, ജീവിതം ആസ്വദിക്കുകയും കൂടി വേണ്ടേ. ഞാൻ അത്യാവശ്യം നല്ലൊരു പിശുക്കിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ദിവസം ഓഫ് എടുക്കുന്നത് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അഗൈൻ, ലൈക്ക് ഐ ടോൾഡ് യു, ഐ റിമൈൻഡഡ് മൈസെൽഫ് ദാറ്റ് ഐ ഡിസേർവ് ദിസ്. അപ്പം ഞങ്ങൾ രാവിലെ കുളിച്ചില്ല, കുട്ടപ്പന്മാരായി സുന്ദരനൊക്കെയായി നല്ല ഉടുപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. ആനന്ദിന് ഞാനൊരു ഷൂ ആയിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ ആനന്ദ് അതൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടാളും ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടെ പോയി നല്ല മുരുമുര ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ ആദ്യം മൂവിക്ക് പോയി. മൂവി സർക്കീട്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയായിരുന്നു, ആസിഫ് അലിയുടെ മൂവിയായിരുന്നു. ഞാനൊരു ഹാർഡ് കോർ ആസിഫ് അലി ഫാനായിരുന്നു കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആസിഫ് അലി ജസ്റ്റ് മൂവീസിലേക്കൊക്കെ എൻട്രി ചെയ്ത സമയമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ആസിഫ് അലീൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വലിയ മോശമില്ലാത്തൊരു മൂവിയായിരുന്നു കേട്ടോ. ADHD കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ADHD എന്ന് പറഞ്ഞൊരു വിഷയം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമല്ലേ. അപ്പോൾ അതെടുത്തപ്പോൾ കുറച്ചും കൂടി അതിനൊരു ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കായിരുന്നു എന്ന് തോന്നി. പക്ഷെ ദെൻ അഗൈൻ ഫിലിം മേക്കേഴ്സ് സ്വാതന്ത്ര്യം. പക്ഷെ ഐ ആസ് എ വ്യൂവർ ഹാവ് മൈ സ്വാതന്ത്ര്യം ഓൾസോ. പണ്ട് പഠിച്ചിട്ടില്ലേ ദ ഓദർ ഇസ് ഡെഡ് എന്ന് പറഞ്ഞിട്ട്. എനിവേസ്, അപ്പോൾ മൂവി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാഫിക്കാന എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊച്ചിയിലെ മമ്മൂട്ടി പാലത്തിൻ്റെ അടുത്തൊരു നൈസ് കഫേ ഉണ്ട്. അതൊരു ഹോൾ ഡേ ബ്രഞ്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയും ബർഗറും പിന്നെ ഞങ്ങളൊരു ബ്ലൂബെറി ചീസ് കേക്ക് കഴിച്ചു. എനിക്കും ആനന്ദിനും ചീസ് കേക്ക് ബ്ലൂബെറിയുടെ ഫ്ലേവറിലുള്ള ചീസ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പോയിട്ട് ബീച്ചിൻ്റെ സൈഡിലിരുന്ന് ഒരു സൺസെറ്റ് കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു വൈകിട്ടാവാതെ ബീച്ചിലേക്ക് പോയാൽ ആ വെയിലത്ത് പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ അടുത്തുള്ളൊരു വെസ്റ്റ് സൈഡിൽ പോകാമെന്ന്. വെസ്റ്റ് സൈഡിൽ പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആനന്ദിൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് വെസ്റ്റ് സൈഡിൻ്റെ ഒരു കൂപ്പണായിരുന്നു. അപ്പോൾ ഓക്കെ, അത് യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അതിലധികം പൈസ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഡ്രസ്സൊക്കെ എടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ലാവിഷായിട്ട് അങ്ങ് ഡ്രസ്സൊക്കെ എടുത്ത് സന്തുഷ്ടരായി.
പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ചെറിയൊരു മഴയുടെ ലാഞ്ചനയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് അബോട്ട് ചെയ്തിട്ട് കാരവൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൺഡേസും ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ഒരു നൈസ് പ്ലേസ് ഉണ്ട്, അവിടെ വന്ന് ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. ഞാൻ പൊതുവേ കുറച്ച് കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കണം, ഷുഗറൊക്കെ കട്ട് ചെയ്ത് ഇരിക്കണം, പൂർണ്ണമായിട്ടല്ല പക്ഷെ മോഡറേഷനിൽ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം പക്ഷേ ഇന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ആനന്ദിന് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മൾ അവിടെ വന്ന് ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. ഇവിടുത്തെ ലിച്ചി വിത്ത് ഐസ്ക്രീം ഭയങ്കര നൈസാട്ടോ, ഒരു ലൈറ്റ് മൈൽഡ് ടോണിൽ നൈസ് ടേസ്റ്റാണ്. എപ്പോഴേലും പോകണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇന്നത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ ചാർട്ട് ചെയ്ത് വന്നിയൊന്നും അല്ല കേട്ടോ, ഇംപ്രോംപ്റ്റു പ്ലാൻസ് ആയിരുന്നു. അപ്പോൾ കാരവൻ ഐസ്ക്രീം കഴിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ തൊട്ട് മേലെ ഫൈബർ എന്ന് പറഞ്ഞിട്ടൊരു സലൂൺ ഉണ്ട്. അവിടുന്ന് ചുമ്മാ നമ്മളൊന്ന് പെഡിക്യൂർ ചെയ്താലോ എന്ന് വിചാരിച്ച് അവിടെ കയറിയതായിരുന്നു. പിന്നെ ആനന്ദ് ഇതുവരെ പെഡിക്യൂർ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നൈസായിട്ട്. ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധാരണ ദിവസമായിട്ട് തോന്നുന്നുണ്ടാവുമല്ലേ, കാരണം ഞങ്ങൾ അടുത്ത് പോയത് ഗ്രോസറി ഷോപ്പിങ്ങിനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് 2 ഇൻട്രോവേർട്ടുകൾ ഡിസൈഡ് ടു ഗോ ഔട്ട് ആൻഡ് ചിൽ, അത്രയേ ഉള്ളൂ. യെസ്, അത്രയേ ഉള്ളൂ ഞങ്ങളുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഓർ ജസ്റ്റ് എ ഡേ ഔട്ട് ഓൺ മൈ പാർട്ട്നേഴ്സ് ബർത്ത്ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.